അപ്പോഴേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. അവൾക്കാണെങ്കിൽ ഒരു മുട്ടം പണി കിട്ടിയിരിക്കുക. അവളാണെങ്കിൽ നാട്ടിൽ പോയിരിക്കുമായിരുന്നേ കുറേ നാൾ. തിരിച്ചു വന്നപ്പോൾ ദേ ഫ്രിഡ്ജ് ഈ ഒരു പരുവത്തിലിരിക്കുകയാണ്. ഫ്രീസർ ഫുള്ള് ഐസ് കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഡോറ് പോലും ക്ലോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒത്തുപിടിച്ച് അത് ക്ലീൻ ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഐസ് എല്ലാം ഒന്ന് വേർപെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോയിൽ അല്ലേ നമ്മുടെ കഷ്ടപ്പാട്. നമ്മൾ ചപ്പാത്തി പലകയുടെ ആ തടി വെച്ചിട്ട് കുറേ കുത്തിയിടിച്ച് എടുത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കത്തിയാണ് യൂസ് ചെയ്തത്. കത്തി ഉപയോഗിച്ച് നമ്മൾ കുറേ എല്ലാം ഇങ്ങനെ കുത്തിപ്പിടിച്ചൊക്കെ എടുത്ത് ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ കോരി ഒഴിച്ചു കേട്ടോ. ചൂടുവെള്ളമൊക്കെ കുറച്ച് കോരി ഒഴിച്ച് അങ്ങനെയൊക്കെ കുറച്ച് മെൽട്ടായിട്ട് ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടു കേട്ടോ. അങ്ങനെ എല്ലാവരും മാറി മാറി ഈ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു കേട്ടോ ആ ഒരു താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ ഐസ് ഫുള്ളൊന്ന് വാരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുകളിലത്തെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് തിങ്ങി നിറഞ്ഞ ഐസ് ഇരിക്കുകയാണ്. അത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നൊന്നും അറിയില്ല. പക്ഷേ താഴത്തെ ആ ഫുൾ ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. താഴത്തെ ആ ഫുള്ള് പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലോർ ഫുള്ള് വെറ്റായി. കാരണം ഈ ഐസ് ഫുള്ള് ഇടിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഫ്ലോറിലും കൂടെ അല്ലേ അത് തെറിച്ച് വീഴുന്നത്. അങ്ങനെ അവിടെ ഫുള്ള് വെള്ളമായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു ഹീറ്ററൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. ഹീറ്റർ വെച്ചിട്ട് നമുക്ക് ആ സൈഡിലെല്ലാം ഐസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ആ ഗ്ലാസ്സുമായിട്ട് ഇങ്ങനെ ചേർന്നിട്ട് ഗ്ലാസ് നമുക്കിങ്ങനെ വലിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു ഹെയർ ഡ്രയറൊക്കെ എടുത്ത് അതും കുറേ നേരമൊക്കെ പിടിച്ചൊക്കെ ഇങ്ങനെ കാണിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ സൈഡിലോട്ട് കോരി ഒഴിച്ച് മെൽറ്റാക്കി അങ്ങനെയൊക്കെ കുറേ പരിപാടി ഏകദേശം ഒരു 1.5 മണിക്കൂർ കിണഞ്ഞ് പരിശ്രമിച്ചതിന് ശേഷം നമുക്ക് ആ നടുക്കലത്തെ കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്തെടുക്കാം പറ്റി കേട്ടോ. അതാണ് ഏകദേശം 1.5 മണിക്കൂറത്തെ 4 പേരുടെ കഠിന പ്രയത്നത്തിന് ശേഷം ആ മിഡിൽ പോർഷനും ലോവർ പോർഷനും നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പർ സൈഡ് നമുക്ക് പറ്റില്ല. കാരണം അത് അത്രത്തോളം ഐസ് തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഈസി വേ ഉണ്ടോ നിങ്ങൾക്ക് ഐസ് മെൽട്ടായി പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി? അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.